നിങ്ങൾ ആ വഴി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് കാണുന്ന ലോക സംഘടന ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ഇരിക്കുന്നു ഓടാനിരിക്കും. നിശ്ചയമാണ് ആർക്കും മാറിക്കാൻ കഴിയും. അപ്പൊ ഈ അറിവൊന്നുമില്ലാത്ത കുറെ ആളുകൾ ഒരു ജഡ്ജിയുടെ വീടെന്നോ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ വീടെന്നോ ഒക്കെ പറയുമ്പോ ഏതാണ്ട് വലുതായിട്ടാണ് കാര്യം. ഇവരിവിടെ നിന്നൊക്കെ മാറില്ല. ഒരു വലുതും നിങ്ങൾ കാണരുത്. ഇത് അതിനൊന്നുള്ള വിഷയമല്ല. തികച്ചും നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്ന കുറെ പേരുണ്ട്. അതെനിക്കറിയാം. പക്ഷെ അതുപോലെ നിങ്ങൾ യഥാർത്ഥമായിട്ട് നിങ്ങൾ ഇതിനെ മാനിച്ചെടുക്കത്തക്ക ഒരു ജീവിതം നിങ്ങൾ പരസ്പരം കണ്ടെത്തിയിട്ട് ഇതാരോടും പരസ്പരം പറയരുത്. നിങ്ങളെ വീട്ടിൽ തന്നെ ഭർത്താവും ഭാര്യയാകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ കാരണം എന്താണ്? അവരുടെ ഗുരുജന്മാർജിതമായ കർമ്മം ഇവര് തെറ്റായിട്ട് സംസാരിച്ചു. അത് വന്നാൽ പിന്നെ ലോകത്ത് മൊത്തം വേണ്ടേ. അതുകൊണ്ടാണ് അങ്ങനെ പറയല്ലേ. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങളെ ഒരു തരത്തിലും നിങ്ങൾ രക്ഷപ്പെടാതെ വരും. അപ്പൊ അങ്ങനെ പരസ്പരം ആരോടും അതാണ് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ എന്നോടൊന്ന് മൊത്തത്തിൽ പറഞ്ഞില്ലെങ്കിൽ അതിന്റെ വീഴ്ച നിങ്ങൾ തീർത്തും അത് പറയാതിരുന്നാൽ തന്നെ എന്നോട് അടുത്ത് കാണാവുന്നവരും പറയാവുന്നവരും ഒക്കെ പറയണം. അല്ലാത്തവരെ എന്ത് ചെയ്യണം? ആ ബ്രഹ്മനിശ്ചയവും അതിനെ സംബന്ധിച്ച് എന്ത് നടക്കണോ അതിനൊക്കെ ഞാൻ പങ്കാളിയായിക്കോളാം. കാരണം ഒരു നേരം വരവർക്ക് ആഹാരം കഴിക്കാൻ വകയില്ലാത്ത വീട്ടുകാരിയത് കാണുകയാണ്. അപ്പൊ അവർക്കിതൊക്കെ വന്ന് ഇവിടെ വന്ന് പറയാൻ പറ്റും. അവർക്കിത് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഒന്നുമില്ല. പക്ഷെ അവർക്കൊരു നിദാനം ദൈവം വെച്ചിട്ടുണ്ട്. അത് തെറ്റിക്കാതെ പോവുകയാണെങ്കിൽ അവർക്കത് ഉണ്ടാകും. ഇന്ന് ഏറ്റവും വലിയ കൊള്ളക്കാരെ കടത്തിവിട്ടതാണ് അമേരിക്ക എന്ന് പറയുന്നത്. അവിടെ ഇന്ന് അവിടെ ചെല്ലുന്നവര് തിരിച്ചു പോരാതിരിക്കത്തക്ക വിധത്തിൽ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ അവിടെ പറഞ്ഞതാണ്. എന്താണ് അവിടെ തിന്നാനും കുടിക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പോരാത്തത്. പക്ഷെ ഇത്രയും അക്രമമുള്ള രാജ്യം വേറെ ഇല്ല. വീട്ടിൽ വെളിയിറങ്ങാൻ ഇത് തിരിച്ച് ശരീരം വീട്ടിൽ കൊണ്ടുവരാണ് കരുതിയതുകൊണ്ട് ആ യാതൊരു അക്രമമാണ്. അപ്പൊ ഇത് നിങ്ങൾ കണ്ടുപഠിച്ചിട്ട് അതിവിടെ വരുത്തണം.